RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഔട്ട്കം വരുന്ന ദിവസമായിട്ടും ഇന്ന് മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുകയും ഫ്ലാറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റ് ഒരു വീക്ക് നോട്ടോടുകൂടിയാണ് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ത്രൂ ഔട്ട് ദ ട്രേഡിംഗ് സെഷൻ മാർക്കറ്റ് കൺസോൾട്ടേഷൻ റേഞ്ചിലായിരുന്നു. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ റിപ്പോ റേറ്റിൽ മാറ്റം വേണ്ട എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 6.5% റിപ്പോ റേറ്റാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് തുടർച്ചയായ 7ാമത്തെ മീറ്റിംഗ് ആണ് റിപ്പോ റേറ്റിൽ മാറ്റം വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയരാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഹോം ലോൺ ബോറോവേഴ്സിന് അട്രാക്റ്റീവ് റേറ്റിൽ ലോണുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അഫോർഡബിൾ ഹൗസിംഗ് ബിസിനസ്സിലും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആക്സിസ് ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഭാരതി എയർടെൽ, ICICI ബാങ്ക്, L&T തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് ഇൻഡെക്സിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതേസമയം HDFC ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻഡെക്സിനെ ഹയർ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതിനും ശ്രമിച്ചു. സെക്ടോറിയൽ ഇൻഡസസ് പരിശോധിച്ചാൽ ഏറ്റവും മികച്ച പെർഫോമൻസ് റിയാലിറ്റി സെക്ടർ കാഴ്ചവെച്ചു. റിയാലിറ്റി സെക്ടർ 1.5% ഉയർന്നു. നിഫ്റ്റി ഫാർമ 0.58, നിഫ്റ്റി ബാങ്ക് 0.54, ഫിനാൻഷ്യൽ സർവീസ് 0.43, നിഫ്റ്റി FMCG 0.22, ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ് 0.17% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ ഇന്ന് നിഫ്റ്റി IT 0.49% ഇടിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നിഫ്റ്റി ഓട്ടോ 0.31, നിഫ്റ്റി മീഡിയ 0.19, നിഫ്റ്റി എനർജി 0.11% ഇടിഞ്ഞു. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. BSE മിഡ് ക്യാപ് ഇൻഡെക്സ് 0.4%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.5% ഉയർന്നിട്ടുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 22,500 മുതൽ 22,580 വരെയുള്ള റേഞ്ച് ഒരു പ്രധാന റെസിസ്റ്റൻസ് റേഞ്ച് തന്നെയാണ്. 22,580 എന്ന ലെവലിനെ വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഡിസിസീവായി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,700, 22,800 വരെയുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 22,500 എന്ന സപ്പോർട്ട് ഡിസിസീവിലി നഷ്ടമാവുകയാണെങ്കിൽ ഇൻഡെക്സ് ചിലപ്പോൾ 22,250, 300 തുടങ്ങിയ സോണുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 48,000 സ്റ്റോക്കിൻ്റെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണായി പ്രവർത്തിക്കും. 48,636 തുടങ്ങിയ 49,300 തുടങ്ങിയ റേഞ്ചുകളാണ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 47,700, 47,500 തുടങ്ങിയ റേഞ്ചുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇനി 200 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 11%-ഓളം ഉയർന്ന് 176 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. ഈ ആഴ്ചയിലെ 5 ട്രേഡിംഗ് ദിവസങ്ങളിൽ 3 ട്രേഡിംഗ് ദിവസവും സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിലായിരുന്നു. ഇന്ന് സ്റ്റോക്കിൽ 11%-അടുത്ത് റാലി കാണാൻ സാധിക്കുകയും ചെയ്തു. സ്ട്രോങ് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. കൂടാതെ കമ്പനി അല്ലെങ്കിൽ ഇറാഡ എന്ന കമ്പനി 24,200 കോടി രൂപയുടെ ഫണ്ട് റേസും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകി. പ്രോഫിറ്റ് മാർട്ട് സെക്യൂരിറ്റീസിൻ്റെ റിസർച്ച് അനലിസ്റ്റ് സ്റ്റോക്കിന് 200 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് നൽകിയതിൻ്റെ പിന്നിലെ റാഷണൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഒന്ന്, കമ്പനി 24,200 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്ത് ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കുകയാണ്. കൂടാതെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സും മികച്ചതായിരുന്നു. പ്രത്യേകിച്ചും ലോൺ ബിസിനസ്സിൽ റെക്കോർഡ് റൈസ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്കിന് ചോയ്സ് ബ്രോക്കിംഗ് ബൈ എന്ന റേറ്റിംഗും 200 രൂപയുടെ ടാർഗറ്റും നൽകുന്നുണ്ട്. 160 രൂപ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ചോയ്സ് ബ്രോക്കിംഗ് പറയുന്നത്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൽ കമ്പനിയുടെ ലോൺ സാങ്ഷൻ എമൗണ്ട് 25,089 കോടിയിൽ നിന്നും 37,384 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. കൂടാതെ ലോൺ ബുക്ക് 26%-ഓളം വളർച്ച കൈവരിച്ച് 59,650 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇറാഡ എന്ന കമ്പനി 1987 മാർക്കറ്റിൽ ലിസ്റ്റഡായ കമ്പനിയാണ്. ഈ കമ്പനി പ്രധാനമായും റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൂടാതെ എനർജി കൺസർവേഷൻ തുടങ്ങിയ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ഹെൽപ്പുമാണ് നൽകുന്നത്. മാർക്കറ്റിൽ 2023 നവംബർ മാസത്തിലായിരുന്നു കമ്പനി IPO കൊണ്ടുവന്നത്. അന്ന് 32 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്തത്. അവിടെ നിന്നും 49 രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുകയും 56%-അടുത്ത് ലിസ്റ്റിംഗ് ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുകയും ചെയ്തു.
പിന്നീട് സ്റ്റോക്ക് 215 വരെ എത്തുകയും ഏകദേശം 265% റിട്ടേൺ സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നൽകുകയും ചെയ്തു. ഇറാഡ എന്ന കമ്പനി വരും സമയങ്ങളിലും ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട്. ഇൻട്രീം ബഡ്ജറ്റിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സൂര്യോദയ യോജനയുടെ ഒരു പ്രധാന ബെനിഫിഷ്യർ കൂടിയാണ് ഇറാഡ എന്ന സ്റ്റോക്ക്. പ്രധാനമന്ത്രി സൂര്യോദയ യോജന പ്രകാരം ഏകദേശം 10 മില്യണിലധികം വരുന്ന ഹൗസ് ഹോൾഡിന് അല്ലെങ്കിൽ 10 മില്യണിലധികം വരുന്ന വീടുകളിൽ സോളാർ റൂഫ് ടോപ്പ് സെറ്റപ്പ് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. കൂടാതെ ഇറാഡ എന്ന സ്റ്റോക്കിന് പല അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. റെലിഗർ ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 185 രൂപയുടെ ടാർഗറ്റും 170 രൂപയുടെ സ്റ്റോപ്പ് ലോസുമാണ് നൽകിയിരിക്കുന്നത്. പ്രഭുദാസ് ലീലാധറിൻ്റെ റിസർച്ച് അനലിസ്റ്റ് സ്റ്റോക്കിന് 188 രൂപയുടെ ടാർഗറ്റ് നൽകി. 188 എന്ന ലെവൽ ഡിസിസീവായി ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് 215 വരെ ഉയരാൻ സാധ്യതയുണ്ട്. 185 രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആനന്ദ് റാട്ടി എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് അനലിസ്റ്റ് പറയുന്നത് 186 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആണ്. 186 എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് 199 എത്താനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഈ കമ്പനി ഫണ്ട് റൈസ് ചെയ്യുകയും ബിസിനസ് എക്സ്പാൻഷന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. 176 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 200, 215 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. 180 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ 180 ഒരു പ്രധാന സപ്പോർട്ട് സോണായി പരിഗണിച്ച് ഇവിടെ നമ്മൾക്ക് ബൈയിങ് നടത്തുകയോ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൊമാറ്റോ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 190 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.65 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ 52 വീക്ക് ഹൈ 191. സ്റ്റോക്ക് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6 മാസം കൊണ്ട് 18% റിട്ടേണും 1 വർഷം കൊണ്ട് 265% റിട്ടേണുമാണ് സൊമാറ്റോ നൽകിയത്. സൊമാറ്റോയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൽ ഈ കമ്പനിയുടെ ക്വിക്ക് കൊമേഴ്സ് ആമായ ബ്ലിങ്കിറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ബ്ലിങ്കിറ്റിൻ്റെ ഗ്രോസ് ഓർഡർ വാല്യൂ ഏകദേശം 28% സീക്വൻഷ്യലി വളരുമെന്നാണ് അനലിസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ന്യൂ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യാനും കസ്റ്റമറിനെ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എഫർട്ടുകൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. ICICI സെക്യൂരിറ്റീസ് സൊമാറ്റോയ്ക്ക് 20% അപ്സൈഡിൽ ഏകദേശം 300 രൂപയുടെ ടാർഗറ്റാണ് നൽകുന്നത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് 99% ഇയർ ഓൺ ഇയറുള്ള ഗ്രോത്ത് കമ്പനിയുടെ ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂവിൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂവിലും 100% വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു ഫാക്റ്റുകളുടെ എല്ലാം പിൻബലത്തിൽ ഇന്നത്തെ ദിവസം സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ക്വാർട്ടർ 3യിൽ സൊമാറ്റോയുടെ കൺസോളിഡേറ്റഡ് മാർജിനിൽ 3.3% വളർച്ചയും കൂടാതെ ഗ്രോസ് മെർച്ചൻഡൈസ് വാല്യൂവിൽ 2.4% വളർച്ചയും കമ്പനി കൈവരിച്ചിട്ടുണ്ട്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് സൊമാറ്റോയ്ക്ക് 210 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. 190 എന്ന റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നിയർ ടൈമിലും ഷോർട്ട് ടൈമിലും നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് ഒരു ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് ഹയർ സൈഡിലേക്കുള്ള ട്രെൻഡ് തുടരുകയുമാണ്. 185, 160 തുടങ്ങിയ റേഞ്ചിലായിരുന്നു സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നത്. അതിനുശേഷം ബ്രേക്കൗട്ട് റേഞ്ചിനെ റീടെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് ഇപ്പോൾ 190 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 200, 220, 230 പോലുള്ള ടാർഗറ്റുകളാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതേസമയം സ്റ്റോക്ക് വീണ്ടും അതിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായ 185 റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോക്കിലെ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി പരിഗണിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്